ഒരിക്കൽ ഒരു നാട്ടിലൊരു വലിയ കോടീശ്വരൻ ഉണ്ടായിരുന്നു. കോടീശ്വരൻ എന്ന് പറഞ്ഞാൽ വലിയ വീട്, ഓടി, പിന്നെ അതേപോലെ മെഴ്സസ് ബെൻസ് തുടങ്ങിയിട്ടുള്ള വണ്ടികൾ, 5-6-7 വണ്ടികൾ, ഒരുപാട് ജോലിക്കാർ, നിത്യം സന്ദർശകർ, ഇവരൊക്കെ ഉള്ളൊരു വലിയ കോടീശ്വരൻ. ഈ കോടീശ്വരൻ പോകുന്നതും വരുന്നതൊക്കെ കണ്ടിട്ട് തൊട്ടപ്പുറത്തെ വീട്ടിലൊരു പയ്യനുണ്ട്. ഈ പയ്യൻ എന്നും രാവിലെ എണീറ്റിട്ട് പ്രാർത്ഥിക്കും, ദൈവമേ എന്നെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനെ പോലെ ആക്കി തരണേ, എന്നെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനെ പോലെ ആക്കി തരണേ എന്നെന്നും പ്രാർത്ഥിക്കും. ഇയാൾ ഈ പ്രാർത്ഥന എന്നും കേൾക്കുകയും ചെയ്യും, മൈൻഡ് ചെയ്യില്ല. ഇത് കേട്ട് 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 ഒരു ദിവസം രാവിലെ ഇയാൾ ആ ചെറുക്കനെ വിളിച്ചു, ഡാ ഇവിടെ വാ, എന്താ ഏട്ടാ, നീ എന്നും പ്രാർത്ഥിക്കുന്നില്ലേ എന്നെ പോലെ ആക്കണമെന്ന്? ആ, എന്നാൽ എൻ്റെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയോ? ഇല്ല. ആ, എന്നാൽ കേട്ടോ. നീ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, അപ്പുറത്തെ ചേട്ടനെ പോലെ ആക്കണമെന്ന് മാത്രമല്ല, ചേട്ടൻ കല്യാണം കഴിച്ച പോലെയുള്ള ഒരു സുന്ദരിയായ ഭാര്യയെ എനിക്കും കിട്ടണമെന്ന് നീ ഇടയ്ക്ക് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. നീ എൻ്റെ ശരിക്കുള്ള അവസ്ഥ എന്താണെന്ന് അറിയോ? എന്നാൽ കേട്ടോ. എൻ്റെ ഭാര്യയ്ക്ക് അതിഭീകരമായ ഒരു അപൂർവ രോഗം ബാധിച്ചു. എല്ലാ ചികിത്സയും നടത്തി, എവിടുന്നും ഫലം കിട്ടിയില്ല. അവസാനം അവൾ എന്നോട് ചോദിച്ചു, ചേട്ടാ ഞാൻ മരിച്ചാൽ നിങ്ങൾ വേറെ കല്യാണം കഴിക്കുമോ? ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മരിക്കാൻ വരെ തയ്യാറായി നിന്ന സമയത്ത് പെട്ടെന്ന് ഡോക്ടർ വന്നു പറഞ്ഞു, ഒരു അപൂർവ കഴിവുള്ള ഒരു സിദ്ധൻ വന്നിട്ടുണ്ട്, രോഗം മാറ്റിത്തരാൻ അയാൾ റെഡിയാണെന്ന് പറഞ്ഞു. അങ്ങനെ സിദ്ധൻ വന്നു. സിദ്ധൻ വന്നപ്പോൾ തന്നെ പറഞ്ഞു, ഇവരുടെ രോഗം ഞാൻ മാറ്റിത്തരാം, പക്ഷേ ഇവരുടെ എല്ലാ സ്വത്തും പദവിയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്, വാഹനം കംപ്ലീറ്റ് എനിക്ക് തരണം എന്ന് പറഞ്ഞു. ഞാനതും സമ്മതിച്ചു. അങ്ങനെ ഞാൻ എല്ലാം സിദ്ധന് കൊടുത്തു. സിദ്ധൻ എൻ്റെ ഭാര്യയുടെ രോഗം മാറ്റി. ഇപ്പം അവൾ ഒരു രോഗവുമില്ലാത്ത നല്ല ആരോഗ്യത്തോടു കൂടിയിരിക്കുന്നു. പക്ഷേ എനിക്ക് മറ്റൊരു കാര്യം അറിയോ? ഈ സിദ്ധനും സിദ്ധൻ്റെ കൂട്ടുകാരും ആ ചെറ്റകൾക്ക് വരാനും പോകാനും ആരും അറിയാതിരിക്കാനാണ് ഈ കണ്ട വണ്ടികളൊക്കെ കംപ്ലീറ്റ് ഞാനിവിടെ വാങ്ങി വെച്ചിരിക്കുന്നത്. ഒരു രൂപയ്ക്ക് പോലും ഗുണമില്ലാത്ത, ഒരു ഉപകാരവുമില്ലാത്ത, ഒരു സ്വത്തും ഒരു മുതലുമില്ലാത്ത, യാതൊരു അവകാശവുമില്ലാതെ വെറും പട്ടിയെപ്പോലെ ഈ വീട്ടിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്ടാ ഞാൻ. എന്നെപ്പോലെ നിനക്ക് ആവണമെന്ന് ചോദിച്ചു. വേണ്ട ചേട്ടാ, എനിക്ക് ആവണ്ടെന്ന് പറഞ്ഞാൽ അവൻ നമ്മൾ പുറമെ കാണുന്നതല്ല, പലതിൻ്റെയും ഉള്ളിലുള്ളത്. ഓക്കെ.